തിരുവനന്തപുരം വഞ്ചിയൂരിൽ അഭിഭാഷകയെ മർദ്ദിച്ച കേസിലെ പ്രതി ബെയിലിൻ ദാസിന് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വിലക്ക് തുടരും. വിലക്ക് നീക്കണമെന്ന ബെയിലിൻ ദാസിന്റെ ഹർജി തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. കേസിലെ ജാമ്യ വ്യവസ്ഥ നിലനിൽക്കുമെന്ന് കോടതി വ്യക്തമാക്കി. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ്, ഏത് സാഹചര്യത്തിലാണ് ഈ ബെയിലിൻ ദാസ് ഈ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്? വിജയകുമാർ, ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ നേരത്തെ ഈ ബെയിലിൻ ദാസിന് ജാമ്യം അനുവദിച്ചപ്പോൾ കർശന ഉപാധികൾ കോടതി വെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇതിൽ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് ബെയിലിൻ ദാസ് തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിച്ചത്. വിലക്ക് നീക്കണം, അതായത് വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വിലക്ക് നീക്കണം എന്നുള്ളതായിരുന്നു ബെയിലിൻ ദാസിന്റെ ആവശ്യം. എന്നാൽ അത് നിലവിൽ പരിഗണിക്കാൻ കഴിയില്ലെന്നും കേസ് അതിന്റെ തുടരന്വേഷണ നടപടികൾ നടക്കുകയാണ് എന്നുള്ള കാര്യം വിലയിരുത്തിക്കൊണ്ടാണ് ഇളവ് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഒരു നിലപാട് കോടതി എടുത്തിട്ടുള്ളത്. 2 മാസത്തേക്ക് വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്നായിരുന്നു ജാമ്യ വ്യവസ്ഥകളിൽ ഒന്ന്. വിജയകുമാർ, ജാമ്യ വ്യവസ്ഥ നിലനിൽക്കും, അതിൽ തൽക്കാലം ഇളവ് നൽകാൻ കഴിയില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.